സർ നമസ്കാരം. നമസ്കാരം. നെഹ്റു എന്ന് പറയുമ്പോൾ ലോകം മുഴുവൻ ഇന്ത്യക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു പ്രധാനമന്ത്രി, ഇന്ത്യക്ക് വേണ്ടി ജീവൻ ത്യജിച്ച പ്രധാനമന്ത്രി, അങ്ങനെയൊക്കെയാണ് എപ്പോഴും നെഹ്റുവിനെ കുറിച്ച് വാദപുരാതെ സംസാരിക്കുന്നത്. ഇപ്പോ ഗാന്ധി വധം പോലും RSSന്റെ തലയിൽ കൊണ്ടുവയ്ക്കുന്നവർ, അതിലും കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിന് പങ്കുണ്ട് എന്ന് പല ആവർത്തി വിളിച്ചു പറഞ്ഞിട്ടും ഗാന്ധി വധം എന്ന് പറയുമ്പോൾ അത് RSSന്റെ തലയിലാണ്. സത്യത്തിൽ ഈ നെഹ്റു ഇന്ത്യക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് പറയാനും പറ്റും, ഇല്ല എന്ന് പറയാനും പറ്റും. ഇന്ത്യയിൽ നിന്നുകൊണ്ട് ഇന്ത്യയെ ചതിച്ചിട്ടുണ്ടോ നെഹ്റു? അല്ല, സത്യത്തിൽ നെഹ്റു ഇന്ത്യക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടോ എന്നുള്ള വലിയൊരു ചോദ്യം തന്നെയാണ്. ഈ ചോദ്യം പ്രധാനമായിട്ട് വരാൻ കാരണം നെഹ്റു ബ്രിട്ടീഷ് സർക്കാരിൻ്റെ തുടർച്ചയായിട്ടാണ് ഭരിക്കുന്നത്. അതുകൊണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള ഇന്ത്യാവിരുദ്ധമായിട്ടുള്ള നടപടികളുമായിട്ട് താരതമ്യപ്പെടുന്ന സമയത്ത് നെഹ്റു പലതും ചെയ്തതായിട്ട് നമുക്കൊന്ന് തോന്നാം. സത്യത്തിൽ നെഹ്റുവിൻ്റെ കാലത്തുള്ള നെഹ്റുവിൻ്റെ ഭരണകാലത്തെ കൃത്യമായിട്ടൊരു വിവക്ഷ നടത്തിയാൽ ഇന്ത്യക്ക് വേണ്ടിയിട്ട് നെഹ്റുവിൻ്റെ സംഭാവന താരതമ്യേന കുറവാണ്. കാരണം ഒന്ന്, അദ്ദേഹത്തിൻ്റെ കാലത്തിനായിരുന്നു മന്ത്രിസഭ നമ്മൾ എടുക്കേണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിൽ എണ്ണപ്പെട്ട മന്ത്രിമാരാണ് BR അംബേദ്കർ, ശ്യാം പ്രസാദ് മുഖർജി, അതേപോലെ തന്നെ ആചാര്യ കൃപലാനി തുടങ്ങിയിട്ടുള്ള എണ്ണപ്പെട്ട വലിയ TT കൃഷ്ണമാചാരി തുടങ്ങിയിട്ടുള്ള, അല്ലെങ്കിൽ പിന്നെ പിൽക്കാലത്ത് ജോൺ മത്തായി എന്ന് തുടങ്ങിയ നിരവധി ആളുകൾ, പ്രശസ്തരായിട്ടുള്ള പലരും അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലുണ്ടായിരുന്നു. അത് ധനകാര്യ വകുപ്പ് മന്ത്രിയാണെങ്കിലും, വ്യവസായ വകുപ്പ് മന്ത്രിയാണെങ്കിലും, നിയമവകുപ്പ് മന്ത്രിയാണെങ്കിലും എല്ലാ മേഖലയിലുമുള്ള മികച്ച ആളുകളായിരുന്നു അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിൽ. എന്നിട്ടും അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭ ഒരു വമ്പൻ പരാജയമായിരുന്നു എന്നുള്ളതാണ് വസ്തുത. ഒരുപക്ഷെ മഹാത്മാഗാന്ധിയുടെ വധം സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ, ഞാൻ എടുത്തു പറയാനുള്ള കാരണം 1948 ജനുവരി മാസം 30 മഹാത്മാഗാന്ധി ആ നിലയ്ക്ക് കൊല ചെയ്യപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ നെഹ്റുവിൻ്റെ ഭരണകാലത്ത് തന്നെ ഇന്ത്യയുടെ ഭരണം ദീനദയാൽ ഉപാധ്യായയുടെ കയ്യിലായിന്. എന്ന് വെച്ചാൽ സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ സ്വാധീനം അടിക്കടി ഉയർന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമായിരുന്നു. അപ്പം നെഹ്റുവിൻ്റെ പൊളിറ്റിക്കൽ നറേഷൻസ് പലപ്പോഴും ഈ തരത്തിൽ സ്വന്തം താല്പര്യങ്ങളുടെ സംരക്ഷണാർത്ഥമുള്ള നറേഷൻസാണ് അദ്ദേഹം ക്രിയേറ്റ് ചെയ്തത്. അതിൽ ഗാന്ധിവധം അദ്ദേഹത്തിന് വീണ് കിട്ടിയിട്ടുള്ള അവസരമാണ്. ഞാനത് പല സമയത്തും ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം ഗാന്ധിവധത്തിൽ ഗാന്ധി മരിച്ച് അദ്ദേഹത്തിൻ്റെ കൊലപാതകം നടന്ന് 3 മണിക്കൂറിനകം ഒരു പോലീസ് സേനയുടെയും ഔദാര്യമില്ലാതെ കണ്ടതിനകത്ത് കേസിൽ പ്രതിയെ തീരുമാനിച്ചു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. 7 മണിക്ക് മുമ്പ് അദ്ദേഹം റേഡിയോയിൽ കൂടി പ്രഭാഷണം നടത്തി, RSS ആണെന്ന് പറഞ്ഞിട്ട്. എനിക്ക് മനസ്സിലാവുന്നില്ല പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന് എവിടെ നിന്നാണ് ഈ വിവരം കിട്ടിയത്. അദ്ദേഹത്തിന് നാഥുറാം വിനായക് ഗോഡ്സെ നേരിട്ടറിയാമോ? ഈ പറയുന്ന നാഥുറാം വിനായക് ഗോഡ്സെ ഇതിനു മുമ്പ് മഹാത്മാഗാന്ധിയെ വധിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടില്ലേ? അങ്ങനെ വധിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടില്ല നാഥുറാം വിനായക് ഗോഡ്സെക്ക് ബിർള മന്ദിരത്തിനകത്ത് 3-ാം നമ്പർ മുറി അനുവദിച്ചു കൊടുത്തത് കേന്ദ്ര സർക്കാരിൽപ്പെട്ടുള്ള ആളുകളല്ലേ? അത് സത്യമാണല്ലോ. അങ്ങനെ പലവട്ടം ഞാനത് വായിച്ചൊരു പുസ്തകത്തിനകത്ത് പറയുന്നത് മഹാത്മാഗാന്ധിയുടെ ജീവിതത്തിൽ 6 പ്രാവശ്യം ശ്രമം നടത്തിയെന്നാണ്. അങ്ങനെ 3 പ്രാവശ്യം വധശ്രമം നടത്തിയ ഒരാൾ നാഥുറാം വിനായക് ഗോഡ്സെയാണ്. അങ്ങനെയുള്ള ഗോഡ്സെക്ക് മുറി അനുവദിച്ചു കൊടുത്തത് കേന്ദ്ര സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട ആളുകളാണ്. അതുകൊണ്ടാണല്ലോ കപൂർ കമ്മീഷൻ റിപ്പോർട്ടിനകത്തൊന്നും RSSനെ പരാമർശിക്കുന്നേയില്ല. RSSനെ നിരോധിക്കണമെന്ന് മാത്രമേ നെഹ്റുവിന് ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. അത് ഏകദേശം 1 വർഷം 1.5 വർഷത്വം കഴിഞ്ഞപ്പോൾ ആ നിരോധനമൊക്കെ അങ്ങോട്ട് പിൻവലിച്ചു. കാരണം RSSനെ പിരിച്ചുവിടണമെന്നോ RSSനെ നിരോധിക്കണമെന്നോ മാത്രമായിരുന്നില്ല ഉദ്ദേശം. RSSൻ്റെ നിരോധനത്തിൻ്റെ പുകമറ പറ്റിക്കൊണ്ട് സ്വന്തം അധികാര സ്ഥാനങ്ങൾ ഉറപ്പിച്ചു നിർത്തുക എന്നുള്ളൊരു തന്ത്രമായിരുന്നു നെഹ്റുവിനുണ്ടായിരുന്നത്. അതിൽ ഏകദേശം നെഹ്റു വിജയിച്ചു എന്ന് തന്നെയാണ് പറയാൻ വേണ്ടിയിട്ട്. അപ്പം അതുകൊണ്ട് ഗാന്ധിവധത്തിൽ പങ്കില്ല എന്നുള്ള നിശ്ചയം നെഹ്റുവിനെ സംബന്ധിച്ചുണ്ട്. അതിൽ ആർക്ക പങ്കെന്നുള്ളതിനെ സംബന്ധിച്ച് അന്വേഷണം നടക്കേണ്ട വസ്തുതയാണ്. നാഥുറാം വിനായക് ഗോഡ്സെക്ക് കൊണ്ട് ആരാണത് ചെയ്യിച്ചതെന്നുള്ളതാണ്. നമ്മൾ അടുത്ത കാലത്ത് പറയുന്ന വേറൊരു വിഷയമുണ്ട്. നാഥുറാം വിനായക് ഗോഡ്സെ ശിക്ഷിക്കപ്പെട്ടതിന് ശേഷം കോടതിയിൽ സമർപ്പിക്കപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ ഒരു അപ്പീലുണ്ട്. ഫസ്റ്റ് ക്ലാസ് 1-ാം ക്ലാസ് ഇംഗ്ലീഷിലാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. നാഥുറാം വിനായക് ഗോഡ്സെ അത്ര മഹാപണ്ഡിതനൊന്നും അല്ലല്ലോ. അദ്ദേഹം വളരെ സർവ്വസാധാരണക്കാരനാണ്. അദ്ദേഹത്തിന് ഇംഗ്ലീഷ് ഭാഷ എങ്ങനെയാണ് ശശി തരൂരിൻ്റെ ഇംഗ്ലീഷ് എങ്ങനെ നാഥുറാം വിനായക് ഗോഡ്സെക്ക് മനസ്സിലാവുക? ശശി തരൂരിനേക്കാളും മികച്ച രീതിയിലുള്ള ഇംഗ്ലീഷ് ഭാഷ കൈകാര്യം ചെയ്യുന്ന നിർമ്മൽ ചന്ദ്ര ചാറ്റർജി അക്കാലത്തുണ്ട്, ഹിന്ദു മഹാസഭയുടെ പ്രസിഡന്റ്. പിൽക്കാലത്ത് അദ്ദേഹത്തെ ഹൈക്കോടതി ജഡ്ജിയാക്കിയത് ഈ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ആളുകളാണ്. കൽക്കട്ട ഹൈക്കോടതിയിൽ അദ്ദേഹം ജഡ്ജിയായി. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ആരായിരുന്നു നാഥുറാം വിനായക് ഗോഡ്സെക്ക് വേണ്ടിയിട്ട് ഈ പറയുന്ന അപ്പീൽ കോടതിയിൽ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവതരിപ്പിച്ചത്? അതിനെക്കുറിച്ച് അന്നത്തെ സിറ്റിംഗ് ജഡ്ജി പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
ഒരുപക്ഷെ ഈ നാസറായി വിനായക് ഗോഡ്സെയുടെ ഈ അപ്പീല് പൊതുസമൂഹം അറിഞ്ഞിരുന്നുവെങ്കിൽ ഗോഡ്സെ അല്ല കുറ്റക്കാരൻ, ഗാന്ധി വധിക്കപ്പെടേണ്ട ആളാണ് എന്ന് ധരിക്കുമായിരുന്നു എന്നാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ അത്രയ്ക്കും മനോഹരമായിട്ടുള്ള രീതിയിൽ സ്വന്തം ഭാഗങ്ങളെ ന്യായീകരിക്കുന്ന രീതിയിലുള്ള പ്രവൃത്തികളായിരുന്നു നാഥുറാം വിനായക് ഗോഡ്സെയിലുണ്ടായിരുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ കോൺഗ്രസ്സുകാർക്ക് പങ്കില്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ വലിയ പ്രയാസമാണ്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു നേരിട്ടല്ലെങ്കിൽ പോലും, നേരിട്ടാണെന്ന് എനിക്ക് അഭിപ്രായമൊന്നുമില്ല, പക്ഷെ നേരിട്ടല്ല എന്ന് പറയാനായിട്ടുള്ള എൻ്റെ കയ്യിൽ തെളിവുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ അടക്കമുള്ള ഗാന്ധി വധത്തിലുള്ള കോൺഗ്രസ്സുകാരുടെ പങ്കിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള അന്വേഷണം ആവശ്യമാണ്. അപ്പം അതുകൊണ്ട് അതൊരു ടോട്ടൽ ഒരു മാൽ പ്രാക്ടീസാണ് നടന്നിരിക്കുന്നത്. അപ്പം നെഹ്റുവിൻ്റെ ഭരണത്തിൻ്റെ കാലത്ത് ഇത്തരം നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാലോ, നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെ വധം, അതിനകത്ത് നെഹ്റുവിൻ്റെ ഒരു കൈകഴുകലായിരുന്നു നമ്മൾ കണ്ടത്. അതേപോലെ തന്നെ ശ്യാംപ്രസാദ് മുഖർജിയുടെ വധം, അതിനകത്ത് നെഹ്റു കൈകഴുകിക്കൊണ്ടാണ് നിന്നത്. നെഹ്റുവിൻ്റെ ഭരണകാലത്ത് ഇത്തരം വ്യാപകമായിട്ടുള്ള കൃത്യവിലോപങ്ങൾ നടന്നിട്ടുണ്ട്. അതെല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. അത് ആദ്യ മന്ത്രിസഭയിൽ മാത്രമല്ല, രണ്ടാമത്തെ മന്ത്രിസഭയിൽ ഉണ്ടായിട്ടുണ്ട്. ചൈനീസ് യുദ്ധത്തിൻ്റെ കാലത്ത്, ഞാൻ ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, ചൈനയിലേക്ക് നെഹ്റു സന്ദർശനം നടത്തുന്നത് 1958 അതായത് അവിടെ ആർട്ടിഫിഷ്യൽ സ്റ്റാർവേഷൻ ആരംഭിച്ചതിന് ശേഷമാണ് കൃത്രിമമായിട്ടുള്ള പട്ടിണിക്കിട്ടുകൊണ്ട് സർവ്വസാധാരണക്കാരനെ കൊല്ലുന്ന മാവോ സേത്തുങ്ങിൻ്റെ നയം. മാവോ സേത്തുങ് പല കാര്യങ്ങളും ചെയ്തിരുന്നു അവിടെ ചൈനയിൽ ആദ്യം പറഞ്ഞു അവിടുത്തെ വെട്ടുകിളികളെ മുഴുവൻ നശിപ്പിക്കാൻ തീരുമാനിച്ചു. എന്താ കാരണം? വെട്ടുകിളികളാണ് അവിടുത്തെ കൃഷികളൊക്കെ നശിപ്പിക്കുന്നത് എന്നായിരുന്നു മാവോ സേത്തുങ് പറഞ്ഞത്. അതിൻ്റെ ഭാഗമായിട്ട് മുഴുവൻ വെട്ടുകിളികളെയും കൊന്നൊടുക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു. എന്തൊരു പ്രാകൃതമായിട്ടുള്ള ഭരണമായിരുന്നു ചൈനയിൽ. ആ ചൈനയിലേക്ക് പോയിട്ടുള്ള ആളാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. അദ്ദേഹം അവിടെ പോകുക മാത്രമല്ല ചെയ്ത്, പഞ്ചശീല തത്വങ്ങൾ അദ്ദേഹം ഒപ്പുവെച്ചു. എന്നിട്ട് അദ്ദേഹം എന്താ പറഞ്ഞേ? ഞങ്ങളും ചൈന, ഇന്ത്യ ചൈന ഭായി ഭായി എന്നാണ് പറഞ്ഞത്. അവിടെ ഡൽഹിയിൽ അദ്ദേഹം മടങ്ങിയെത്തിയിട്ട് ഒരു റോഡിൻ്റെ പേര് തന്നെ പഞ്ചശീൽ മാർഗ് എന്നാണ് റോഡിൻ്റെ പേര്, എന്ന് വെച്ചാൽ പഞ്ചശീൽ റോഡ്. അങ്ങനെ റോഡുണ്ടാക്കി. പിന്നെ നമ്മൾ കാണുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം 2-3 വർഷം കഴിഞ്ഞ സമയത്ത് 1962 ചൈന ഇന്ത്യയെ അകാരണമായിട്ട് കയറിയിട്ട് ആക്രമിക്കുകയാണ്. 12,000 ചതുരശ്ര കിലോമീറ്റർ സ്ഥലം പിടിച്ചടക്കുകയാണ്. ഇതെല്ലാം ചെയ്തത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ കെടുകാര്യസ്ഥയുടെ ഭാഗമാണ്. നെഹ്റുവിന് എല്ലാ കാലത്തും, ഇപ്പോൾ നമുക്ക് തന്നെ അറിയാലോ, കേരളത്തിൽ EMSൻ്റെ മന്ത്രിസഭ ഉണ്ടായിരുന്നു. EMSൻ്റെ മന്ത്രിസഭയ്ക്കെതിരായിട്ട് വിമോചന സമരം ഉണ്ടായി. പക്ഷെ ആ സമരം നടക്കുന്നത് എങ്ങനെയാണ്? എന്തുകൊണ്ടാണ് വിമോചന സമരം നടക്കേണ്ട സാഹചര്യം ഉണ്ടാക്കിയത്? 2 കാരണങ്ങളാണ്. ഒന്ന്, വിദ്യാഭ്യാസമില്ല. മറ്റൊരു പ്രശ്നം കേരളത്തിലെ കടുത്ത ദാരിദ്ര്യം. അന്ന് കേരളത്തിൽ ഒരാൾക്ക് 1 മാസത്തേക്ക് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ സർക്കാർ അനുവദിച്ചത് 800 ഗ്രാം അരിയാണ്. ഒരാൾക്ക് എങ്ങനെയാണ് 800 ഗ്രാം കൊണ്ട് 1 മാസം ജീവിക്കാൻ പറ്റുക? പകരം അന്ന് മക്രോണി കൊടുക്കാൻ KC ജോർജാണ് അന്നത്തെ കേരളത്തിൻ്റെ ഭക്ഷ്യവകുപ്പ് മന്ത്രി. അദ്ദേഹം മക്രോണി കൊടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് മലയാളി ആദ്യമായിട്ട് മക്രോണി കഴിക്കാൻ വേണ്ടിയിട്ട് പഠിക്കുന്നത്. അങ്ങനെ നെഹ്റു ചെയ്തത്, അതിനുശേഷം ഈ കേരള സർക്കാരിനെ ഏറ്റവും വലിയ പതനത്തിലേക്ക് നയിക്കുന്ന നെഹ്റുവാണ്. നെഹ്റു മന്ത്രിസഭ പിരിച്ചുവിട്ടു. ആദ്യമായിട്ട് ഇന്ത്യൻ ഭരണഘടനയുടെ 356 വകുപ്പ് വിനിയോഗിക്കുന്ന നെഹ്റുവാണ്. ജനാധിപത്യ വിരുദ്ധമായ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ പിരിച്ചുവിടുന്നത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവാണ്. ഇതിനെ എതിർക്കുന്ന ദേശീയ നേതാവ്, ഒരേ ഒരു നേതാവാണ് ഇന്ത്യയിലുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ പേരാണ് ഗുരുജി ഗോൾവൽക്കർ. RSSൻ്റെ സർസംഘചാലകനായിരിക്കുന്ന ഗുരുജി ഗോൾവൽക്കറാണ് പറഞ്ഞത്, ഇത് ജനാധിപത്യ വിരുദ്ധ നടപടിയാണ്. ഒരു സർക്കാരിനെ പിരിച്ചുവിടാൻ കേന്ദ്ര സർക്കാരിന് അത്തരത്തിൽ അധികാരം വിനിയോഗിക്കാൻ വേണ്ടി പാടില്ല. ഇത് ചെയ്തിട്ടുള്ള ആളാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. അങ്ങനെ ജനാധിപത്യപരമായ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന് സ്വന്തം മകളുടെ താല്പര്യം, അതിന് അദ്ദേഹം പറഞ്ഞ വിവക്ഷ അങ്ങനെയാണ്, അത് എൻ്റെ താല്പര്യമല്ല, ഇന്ദുവിൻ്റെ താല്പര്യം എന്നാണ്. അതുകൊണ്ട് ഇന്ദുവിൻ്റെ ഭർത്താവായിരിക്കുന്ന ഫിറോസ് ഖണ്ഡി, ആ ഫിറോസ് ഖണ്ഡി ഇന്ദിരാഗാന്ധിയെ ആദ്യമായിട്ട് പൊതുവേദിയിൽ വെച്ച് വിളിക്കുന്ന പേര് ഫാസിസ്റ്റ് എന്നാണ് വിളിക്കുന്നത്. ഈ ഫാസിസ്റ്റ് എന്ന് വിളിക്കാൻ കാരണം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ നയമാണ്. അപ്പം നെഹ്റു ചെയ്തിരിക്കുന്ന ദ്രോഹങ്ങൾ ഈ സമൂഹത്തെ സംബന്ധിച്ച് വളരെ വലുതാണ്. നമ്മൾ എന്തെല്ലാം ആദരവ് വച്ച് പുലർത്തിയാലും ഇന്ത്യയെ സംബന്ധിച്ച്, ഇന്ത്യയിലെ ജനങ്ങളെ സംബന്ധിച്ച്, കേരളത്തെ സംബന്ധിച്ച് നെഹ്റുവിൻ്റെ നടപടികൾ പലതും നമ്മളെ സംബന്ധിച്ച് നമ്മുടെ നാടിന് വിരുദ്ധമായിരുന്നു എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. തീർച്ചയായിട്ടും.
കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.